ചിട്ടിയാണ് KSFBയുടെ പ്രധാന വരുമാന മാർഗം അല്ലേ? മറ്റ് നിക്ഷേപ പദ്ധതികളും KSFBക്ക് വായ്പാ പദ്ധതികളും ഉണ്ടല്ലോ. അത് ഒക്കെ എങ്ങനെ പോകുന്നു? നിക്ഷേപങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വായ്പാ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരികെ വന്ന പ്രവാസികളെ സംരക്ഷിക്കുന്നതിനുള്ളൊരു പദ്ധതി ഞങ്ങൾ കോവിഡ് കാലത്ത് സ്വീകരിച്ചിരുന്നു. നോർക്ക റൂട്ട്സുമായി ചേർന്നു. അങ്ങനെ തന്നെയായിരുന്നു നോർക്കയുടെ മുൻ. അന്ന് ഞാനിരിക്കുമ്പോഴാണ് നോർക്ക റൂട്ട്സുമായിട്ട് KSFB കരാറുണ്ടാക്കുന്നത്. അന്ന് ഞാൻ KSFBയിലേക്ക് വരുന്നു എന്നുള്ള ചിന്തയില്ല. 11,000 ആളുകൾക്ക് ഞങ്ങൾ ലോൺ കൊടുത്തു. 5 ലക്ഷം രൂപയുടെ, അതായത് തിരികെ വന്ന പ്രവാസി 5 ലക്ഷം രൂപയുടെ ലോൺ. അതിൽ അവർ കൃത്യമായിട്ട് അടച്ചാൽ 4 ലക്ഷം രൂപ അടച്ചാൽ മതി. 3% പലിശ ഇളവോടുകൂടിയാണ് കൊടുത്തത്. ഒരു 10,000 പേർക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും വലിയ താമസം വിനാ ഞാനിവിടെ വരികയും അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റായി KSFBയിൽ വളർത്തിക്കൊണ്ട് വരികയും ചെയ്തതിൻ്റെ ഫലമായി 11,000 ആളുകൾക്ക് ആ ലോൺ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. അതേപോലെ തന്നെ പല പദ്ധതികളുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ലോൺ കൊടുക്കുക, സ്കൂൾ കുട്ടികളെക്ക് സമ്പാദ്യശീലം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരെ ചിട്ടിയിൽ ചേർക്കുന്നതിനുള്ള പദ്ധതികൾ, ഇതെല്ലാം ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വലിയ താമസം ഇല്ലാതെ ഇംപ്ലിമെൻ്റ് ചെയ്യും. അതുകൂടാതെ ഞങ്ങൾക്ക് ലോൺ സംവിധാനമുണ്ട്. അതിലൊന്ന് പേഴ്സണൽ ലോണാണ്. ഒരാളുടെ പേഴ്സണൽ ലോൺ എന്നുള്ള നിലയിൽ ഒരാൾ വന്ന് അപേക്ഷിച്ചാൽ മതിയായ സെക്യൂരിറ്റിയോടുകൂടി അയാൾക്ക് 25 ലക്ഷം രൂപ ഞങ്ങൾ പേഴ്സണൽ ലോൺ കൊടുക്കും. അത് രണ്ടാമതുള്ളത് ഈ ഗൃഹോപകരണങ്ങൾ, വാഹനങ്ങൾ, അതായത് കാറ്, സ്കൂട്ടർ, മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനുള്ള ലോണുണ്ട്. മറ്റൊരു പദ്ധതി ഭവന നിർമ്മാണ വായ്പയാണ്. 1 കോടി രൂപ വരെ ഭവന നിർമ്മാണ വായ്പ ഇപ്പോൾ കൊടുക്കുന്ന പദ്ധതിയുണ്ട്. ഇത് മൂന്നും മോശമല്ലാത്ത നിലയിൽ ഇപ്പോൾ ഞങ്ങൾ. പക്ഷേ ബാങ്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വായ്പകളുടെ എല്ലാം പലിശ നിരക്ക് കൂടുതലല്ലേ? അല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന വായ്പയിൽ ഞങ്ങളിപ്പോൾ വീണ്ടും ഞങ്ങൾ പലിശ കുറച്ചിരിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ പലിശ എന്ന് വെച്ചാൽ ഭവന നിർമ്മാണ വായ്പയ്ക്ക് മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ഉള്ളതിനേക്കാൾ 0.5% 1% വ്യത്യാസത്തിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾ ഒരു കാരണവശാലും മറ്റു തരത്തിലുള്ള സർവീസ് ചാർജുകളോ മറ്റോ ഒന്നും, ഹിഡൻ ചാർജസ് ഒന്നുമില്ല. പക്ഷേ മറ്റ് ബാങ്കുകളുടെ വായ്പാ പദ്ധതികൾ പോലെ KSFBയുടെ വായ്പാ പദ്ധതി അത്ര പോപ്പുലർ അല്ല. എന്ന് വെച്ചാൽ അവർക്കുള്ള പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എന്താ? അവർക്കുള്ളത് ചിട്ടി, അവർക്കുള്ളത് വായ്പയാണ്. അവർക്കുള്ളത് ഡെപ്പോസിറ്റും വായ്പയുമാണ്. KSFBയുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ചിട്ടിയാണ്. അപ്പം യഥാർത്ഥത്തിൽ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ചിട്ടിക്കുള്ള ടാർഗറ്റ് എല്ലാ വർഷവും അച്ചീവ് ചെയ്യുന്നവരാണ് ഞങ്ങൾ. ചിട്ടിക്കിപ്പോൾ 1,050 കോടി രൂപ ഒരു വർഷം ചിട്ടിക്ക് ചേരണം എന്ന് തീരുമാനിച്ചാൽ അത് ഒരു ഒക്ടോബർ ആകുമ്പോഴേക്ക് തന്നെ ആ ടാർഗറ്റ് പൂർത്തീകരിക്കും. പിന്നെ അതിന് മുകളിലോട്ടുള്ളത് മാർച്ച് വരെ എന്നുള്ളത് ആ ടാർഗറ്റിൻ്റെ പുറത്താണ് ഞങ്ങളുടെ കാൻവാസിങ്. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ചിട്ടിയിൽ തന്നെയാണ്. ചിട്ടിയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ്. അതേസമയം ഇത് ഞങ്ങളിപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചിട്ടിയിൽ ഞങ്ങൾക്കുള്ള KSFBയിലെ വരുമാനത്തിൻ്റെ ആകെ സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ 37% ചിട്ടിയിൽ നിന്നുള്ള ഞങ്ങൾക്കുള്ള വരുമാനം. കാരണം ചിട്ടിക്ക് ഞങ്ങൾക്ക് വലിയ വരുമാനം ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് വെച്ചാൽ ഇപ്പോൾ വീതപലിശയും മറ്റുമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചിട്ടിക്കകത്ത് വലിയ തോതിലുള്ള ലാഭമൊന്നും നമ്മില്ല. 5% ഞങ്ങൾക്കുള്ള ഫോർമാൻ കമ്മീഷൻ. അതാണ് ഞങ്ങൾക്ക് ആകെ ചിട്ടിയിൽ നിന്നുള്ള വരുമാനം. ഈ ഫോർമാൻ കമ്മീഷൻ വെച്ചിട്ടാണ് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മുഴുവൻ നടത്തേണ്ടത്. ഈ ആളുകൾക്ക് ഈ ശമ്പളം കൊടുക്കേണ്ടത്. സാമാന്യം ഏറ്റവും തൃപ്തികരമായ സേവന വേതന വ്യവസ്ഥകളുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSFB. മറ്റേ ഏത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുത്താലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസ് എടുത്ത് നോക്കിയാലും അവരെയൊക്കെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം തന്നെയാണ് KSFB. അപ്പോൾ ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റുകളെല്ലാം നിർവഹിക്കുന്നത് ഈ 5% ഫോർമാൻ കമ്മീഷനിൽ നിന്നാണ്. മാത്രമല്ല ഈ ലാഭത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം ഞങ്ങൾ ഗവൺമെൻറ്റിന് കൊടുക്കും. ഇപ്പോൾ ഗ്യാരണ്ടി കമ്മീഷൻ എല്ലാ വർഷവും ഗവൺമെൻറ്റിന് കൊടുക്കും. ഇപ്പോൾ 100 കോടി രൂപ ഗ്യാരണ്ടി കമ്മീഷൻ ഉണ്ടായിരുന്ന സമയത്ത്, ഇപ്പോൾ ഇതുവരെ 100 കോടിയായിരുന്നു, ഞങ്ങൾ 38 കോടി രൂപ ഗ്യാരണ്ടി കമ്മീഷനും 43 കോടി രൂപ ലാഭവിഹിതവും ഗവൺമെൻറ്റിന് കൊടുക്കും. ഇനിയും അത് ഇപ്പോൾ 200 കോടിയായി ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി. അപ്പം അത് 80 കോടിയോളം രൂപ ഞങ്ങൾ സർക്കാരിന് കൊടുക്കേണ്ടി വരും. ലാഭവിഹിതവും ഞങ്ങൾ കൊടുക്കണം.
അതുകൂടാതെ ഞങ്ങൾ ഓരോ വർഷവും ചിട്ടിക്ക് ചേരുന്ന ആളുകൾക്ക് സമ്മാന പദ്ധതി എന്നുള്ള നിലയിൽ ഒരു 15 കോടി 16 കോടി 17 കോടി രൂപയുടെ സമ്മാന പദ്ധതികളിലൂടെ ആളുകൾ കൊടുക്കും. കൂടാതെ പല ഗിഫ്റ്റുകളും ഓണക്കാലത്തെ, ക്രിസ്മസ്, ന്യൂ ഇയർ ഈ സമയങ്ങളിലെല്ലാം ചിട്ടിയിൽ ചേരുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. അതിലൂടെയെല്ലാം ഏതാണ്ട് 10-20 കോടിയോളം രൂപ ഞങ്ങൾ പബ്ലിക്കിന് കൊടുക്കും. പിന്നെ ലാഭവിഹിതത്തിൻ്റെ 2% CSR ഫണ്ടാണ്. അത് നല്ലൊരു എമൗണ്ട് ഞങ്ങൾ എല്ലാ വർഷവും പാലിയേറ്റീവ് മേഖലയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകൾ, ബഡ് സ്കൂളുകൾ, സ്പെഷ്യൽ സ്കൂളുകൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് സ്ഥാപനം എന്നുള്ള നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒട്ടേറെ കാര്യങ്ങൾ KSFE ചെയ്യുന്നില്ലേ? ഉണ്ട്. അതിലിപ്പോൾ തന്നെ ഇപ്പോൾ വയനാട്ടിൽ ഞങ്ങൾ ഗവൺമെൻറ്റിനൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഒരു പെർമനൻ്റായിട്ടുള്ളൊരു ഷെൽട്ടർ നിർമ്മിക്കാൻ. അതായത് ഇതുപോലെയുള്ള എന്തെങ്കിലും കലാമിറ്റികളൊക്കെ ഉണ്ടായാൽ ആളുകളെ താമസിപ്പിക്കുന്നതിന് താൽക്കാലികമായി താമസിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക, ഒരു മൾട്ടിപർപ്പസ് ഷെൽട്ടർ. ഇത്തരം ആവശ്യമില്ലാത്ത സമയത്ത് അത് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഷെൽട്ടർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ ഞങ്ങൾ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഒരു 48 കോടി രൂപ അതിനുവേണ്ടി ഞങ്ങളുടെ കയ്യിലുള്ളൊരു സ്പെഷ്യൽ ഫണ്ടുണ്ട്. അത് ഞങ്ങൾ ഇതിന് കൈമാറാം എന്ന് ഗവൺമെൻറ്റിനെ അറിയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പരിപൂർണമായ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, പട്ടിണിക്കാരുടെ എണ്ണം ഇപ്പോൾ എടുത്ത് 66,000-ഓളം പരമദരിദ്രരുണ്ട് എന്ന് പറയുകയും അവരെ മോചിപ്പിക്കാനുള്ള പദ്ധതി ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അതിലും ഞങ്ങൾ 1-2 പഞ്ചായത്തുകളെ ഇതിൻ്റെ ചെലവുകൾ വഹിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നുണ്ട്. കൂടാതെ വലിയ തോതിൽ ഈ പറഞ്ഞ നിരവധി മേഖലകളിലുള്ള ആളുകൾക്ക് സഹായം ചെയ്യുന്ന നിരവധി പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CSR ഫണ്ട് എന്ന് പറയുന്നത് ഓരോ സ്ഥാപനത്തിൻ്റെയും ഒരു ഉത്തരവാദിത്വമാണ്, അല്ലാതെ ആരുടെയും സംഭാവനയൊന്നുമല്ല. അത് അവർ ചെയ്യാൻ ഭരണഘടനാപരമായ ഒരു ബാധ്യതയാണ്. പക്ഷേ ഞങ്ങൾ ഈ പണം വിനിയോഗിക്കുന്നത് ഒരു തരത്തിലുള്ള പക്ഷപാതിത്വവും ആർക്കും ആക്ഷേപിക്കാൻ പറ്റാത്ത തരത്തിൽ ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ പണം കൊടുക്കുന്നുള്ളൂ. ഇന്ന് ഞങ്ങൾ രാവിലെ CSR കമ്മിറ്റി ഉണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും, ബഡ് സ്കൂളുകൾ, സ്പെഷ്യൽ സ്കൂളുകൾ, അതേപോലെ തന്നെ ബ്ലൈൻഡ് സ്കൂളുകൾ, ഇവരുടെയൊക്കെയുള്ള ആളുകൾക്ക് ബസ്, മറ്റ് സൗകര്യങ്ങൾ, അവർക്ക് കിച്ചൺ, അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനെല്ലാം തന്നെയാണ് ഈ പണം വിനിയോഗിക്കുന്നത്. ആ നിലയിലും ഒരു 6-8 കോടി രൂപയോളം ഒരു വർഷം ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. ഈ പുതുതലമുറയുടെ ചിട്ടിയോടുള്ളൊരു അപ്രോച്ച് എങ്ങനെയാണ്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ചിട്ടിക്കോട് പുതുതലമുറയ്ക്കുള്ളൊരു താല്പര്യക്കുറവ് ഇപ്പോഴും ഉണ്ട്. ഞങ്ങളിപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഒരു 45 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ചിട്ടിയിൽ ചേരുന്ന മഹാഭൂരിപക്ഷം ആളുകൾ. ചെറുപ്പക്കാർക്ക് ചിട്ടിയിലേക്ക് ചേരുന്നതിന് ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ചിട്ടി ആപ്പീസിൽ വന്ന് ക്യൂ നിന്ന് ചിട്ടി തരിക, അതൊന്നും അവർക്ക് ആലോചിക്കാനേ പറ്റുന്ന കാര്യമില്ല. ഇപ്പം ഞങ്ങളുടെ സംവിധാനങ്ങൾ വന്നതോടുകൂടി ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ആകർഷകത്വം വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊരു സമ്പാദ്യം എന്നത് അങ്ങനെ ഒരു ചിന്ത അവർക്കില്ല. ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെടുത്ത് നോക്കിയാൽ കുട്ടികൾക്ക് എന്തെങ്കിലും പെൻഷനുള്ള ജോലി വേണം, സുരക്ഷിതമായ ജോലി വേണം, സ്ഥിര ജോലി വേണം എന്നൊക്കെയായിരുന്നു പണ്ട് നമ്മുടെയൊക്കെ ധാരണയെങ്കിൽ. ഇന്ന് അതങ്ങ് മാറി. അവർക്ക് അങ്ങനെ സ്ഥിരമായ ജോലി, പെൻഷനുള്ള ജോലി അങ്ങനെയൊന്നും അവർക്കില്ല. അപ്പോൾ തന്നെ സമ്പാദ്യം എന്നുള്ളതും അവരെ ഇപ്പോഴും അവരുടെ മനസ്സിൽ വരുന്നില്ല. അതേസമയം അവർ കുടുംബമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ആ മനോഗതിയിൽ മാറ്റം വരും. അപ്പോഴത്തേക്ക് 10-30 വയസ്സൊക്കെ കഴിയും. അങ്ങനെയുള്ള ആളുകളാണ് ചിട്ടിയിൽ ചേരുന്ന മഹാഭൂരിപക്ഷം ആൾ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ചിട്ടി സംബന്ധമായ കാര്യങ്ങൾ ഈ ചെറുപ്പക്കാർക്കിടയിലേക്ക് വേണ്ടത്ര ഇപ്പോഴും നമുക്കും എത്തിക്കാനായിട്ടില്ല എന്നുള്ളതും ഒരു സ്വയംവിമർശനപരമായി നമ്മൾ കാണുന്ന അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞങ്ങളും കാണുന്ന ഒരു കാര്യമാണ്. അതിനുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ കൊടുക്കുന്ന പരസ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ പരിശോധിക്കുമ്പോഴും നവമാധ്യമങ്ങളിലൂടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നത് ഉണ്ടെങ്കിൽ പോലും 40% ആളുകൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സർവേ എടുത്തപ്പോൾ ആ സർവേയിൽ 40% ആളുകൾ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നവരും നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലുണ്ട് എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് ചിട്ടിക്കമ്പനി നടത്തുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങളും KSFE കേട്ടിട്ടുണ്ട്. അതിനകത്തൊരു ധാർമ്മികത പ്രശ്നം പലരും ഉയർത്തി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിലെന്താ പ്രശ്നം? ഈ ധാർമ്മികതയുടെ പ്രശ്നം ഇതിനകത്തില്ല. കാരണം ഒരു തരത്തിലുള്ള ചൂഷണവും
ഇതിലൂടെ നമ്മൾ നടത്തുന്നില്ല. പിന്നെ ആളുകൾക്ക് ഇങ്ങനെ ലാഭം കൊയ്യുന്നു. പിന്നെ ഇപ്പോൾ തന്നെ നമ്മളെ നാട്ടിൽ വലിയ ആക്ഷേപമുള്ളൊരു കാര്യം എന്താ, സംസ്ഥാന ഗവൺമെൻറ്റിന് ചിട്ടി നടത്തിയും മദ്യം വിറ്റുമാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. അപ്പോൾ ലോട്ടറി, യഥാർത്ഥത്തിൽ ലോട്ടറി ഈ ആളുകളെ ഒരു നിലയിൽ നോക്കിയാൽ ആളുകളുടെ ആകർഷകത്വം, വലിയ സമ്മാന പദ്ധതി പറഞ്ഞ് അവരെ ആകർഷിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല. സംസ്ഥാന ഗവൺമെൻറ്റിന് 2 മേഖലയിൽ മാത്രമേ പിന്നെ ഇൻട്രസ്റ്റ് ഈടാക്കാൻ അവകാശമുള്ളൂ. അതൊന്ന് ലോട്ടറിയാണ്, മറ്റൊന്ന് മദ്യമാണ്. ബാക്കിയെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഒരു പൈസ പോലും മറ്റ് ഏത് മേഖലയിൽ നിന്നും എടുക്കാൻ പറ്റില്ല. ആകെ എടുക്കാൻ പറ്റുന്നത് ലോട്ടറിയിൽ നിന്നും മദ്യ വിൽപ്പനയിൽ നിന്നുമാണ്. ലോട്ടറിയിൽ നിന്ന് പലിശ കൂടി എടുത്താരെങ്കിലും ലോട്ടറിയിൽ നിന്ന് ചൂഷണം ചെയ്യാൻ പറ്റുമോ? 100 രൂപയുടെ പിന്നെ ലോട്ടറി കൊടുത്താൽ 100 രൂപയ്ക്കാണ് അത്. പലപ്പോഴും ഏജൻറ്റന്മാർ 3 എണ്ണം ഒന്നിച്ചെടുത്താൽ 90 രൂപ വെച്ച് അവർ കൊടുക്കില്ലേ, 30 രൂപ കുറച്ച് കൊടുക്കും. 300 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ 270 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാലേ അവർ വിൽക്കുന്നത്. അവിടെ എവിടെയാണ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത്? ലോട്ടറി വിറ്റ് പിന്നെ കാശുണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. അതുപോലെ മദ്യത്തിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകൃതമായിട്ടുള്ള ടാക്സ് നമുക്ക് ഏർപ്പെടുത്താൻ പറ്റൂ. പക്ഷേ മദ്യം നല്ല നിലയിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം ആ 2 മേഖലയിൽ നിന്നും ഞങ്ങൾ വ്യത്യസ്തരാകുന്ന എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ പ്രോഡക്റ്റ് ആരും വന്ന് സ്വമേധയായി എടുക്കത്തില്ല. അത് ഞങ്ങൾ അവരെ സമീപിച്ചാലേ എടുക്കൂ. അപ്പോൾ അതിനൊരു വലിയ സംവിധാനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ ജീവനക്കാർ തന്നെ അവരെ ചിട്ടി ക്യാൻവാസ് ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ ആകെയുള്ള ചിട്ടിയുടെ 60% ക്യാൻവാസ് ചെയ്യുന്നത് KSFE ജീവനക്കാർ തന്നെയാണ്. നിങ്ങൾക്ക് മറ്റൊരു മേഖലയിലും ഇത്തരം സർവീസ് നിങ്ങൾക്ക് കാണാനേ പറ്റത്തില്ല, ഒരു മേഖലയിലും. ഇവിടെ 60% ചിട്ടി. ഈ ജീവനക്കാർ ചിട്ടിയിൽ ചേരാറുണ്ടോ? ഉണ്ട്. ജീവനക്കാർക്കെല്ലാം ചിട്ടി ഉണ്ട്. ജീവനക്കാരാണ് 60% ചിട്ടി ചേർക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഏജൻറ്റന്മാർ ഒരു 10% ആളുകൾ ആരുടെയും പ്രേരണയില്ലാതെ സ്വയം ചേരുകയും പുതുക്കുകയും ചെയ്യുന്നവരാണ്. ബാക്കിയുള്ളത് ഏജൻറ്റന്മാരുണ്ട്. ഏജൻറ്റന്മാർക്ക് പുറമെ ഇപ്പോൾ ഞങ്ങൾ ക്യാൻവാസിങ്ങിന് വേണ്ടിയിട്ടുള്ള ആളുകളെ ഇപ്പോൾ 2000 പേരെ ബിസിനസ് പ്രൊമോട്ടർമാരെന്നുള്ള നിലയിൽ ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. അവരും ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി 7500 രൂപ വർഷം പ്രതിമാസം അവർക്ക് സ്റ്റൈഫൻഡ് കൊടുത്തുകൊണ്ട് 2000 ആളുകളെ ഇപ്പോൾ KSFEയിൽ നിയമിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5000-ഓളം വരുന്ന ഏജൻറ്റ്മാരുണ്ട്. 5000 ഏജൻറ്റ്മാർ രേഖയിലുണ്ടെങ്കിലും ഒരു 2000-3000 പേര് മാത്രമാണ് സജീവമായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ആകെയുള്ള ചിട്ടിയിൽ ഏതാണ്ട് 40%-ഓളം ഏജൻറ്റന്മാരും ബിസിനസ് പ്രൊമോട്ടർമാരും കൂടിയാണ് ക്യാൻവാസ് ചെയ്ത് തരുന്നത്. 10% ആരുടെയും പ്രേരണയില്ലാതെ തന്നെ ആളുകൾ സ്വയം ചിട്ടി ചേരുന്നവർ. ഈ മറ്റൊരു കാര്യം ചോദിച്ചാൽ, ഈ സാമ്പത്തിക മേഖലയിലുള്ള ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവർ ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു തട്ടിപ്പുകളാണ് സൈബർ തട്ടിപ്പുകൾ. അങ്ങനെ, അതായത് ചേരുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ. ഇപ്പോൾ KSFEയിൽ ഇത്രയധികം അംഗങ്ങളുള്ള KSFE എങ്ങനെയാണ് ഇവരുടെ വിവരങ്ങൾ, ഇവരുടെ ഡാറ്റ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതൊരു രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു കാര്യമല്ല. യഥാർത്ഥത്തിൽ അവരുടെ മറ്റ് സാമ്പത്തിക ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ കണക്കുകളിലോ രേഖകളിലോ വരുന്നില്ല. ഞങ്ങൾക്ക് അവർ ചിട്ടി ചേരുന്നു, അവർ ചിട്ടി പിടിക്കുന്നു, അതിനവർ ഗ്യാരണ്ടി തരുന്നു. ഗ്യാരണ്ടി ഭൂമിയാവാം, സ്വർണ്ണമാവാം, LIC ആവാം, പിന്നെ സാലറി സർട്ടിഫിക്കറ്റ് ആവാം. അങ്ങനെ ഏത് ഗ്യാരണ്ടി അവർ തരുന്നു അതിനനുസരിച്ച് ഞങ്ങൾ അവരുടെ പൈസ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റ് ഡീറ്റെയിൽസും രേഖകളും ഒന്നും ഞങ്ങൾ അവരുടെ നിന്ന് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിൽ നിന്നും ഏതെങ്കിലും ഡേറ്റ സൈബറുകാർ തട്ടിക്കൊണ്ടുപോയി ഒരു തരത്തിലുള്ള ഭീഷണിയും ഞങ്ങൾക്കും ഉണ്ടാവാൻ പോകുന്നില്ല, ജനങ്ങൾക്കും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സൈബർ തട്ടിപ്പ് പൂർണ്ണമായും തടയാനുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ ഞങ്ങൾക്ക് അത്തരൊരു ഭീഷണി വന്നതോടുകൂടിയാണ് ഞങ്ങളത് കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. ആ തരത്തിലൊരു ഭീഷണി KSFEക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇടയ്ക്കൊന്ന് തരത്തിൽ നമ്മുടെ അക്കൗണ്ടിന്മേൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നു. അതൊരു വിദേശ സൈബർ തട്ടിപ്പുകാരായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായില്ല. KSFEയെ പോലെയുള്ള ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ ഉദ്യമങ്ങളും ഞങ്ങളുടെ നിലപാടുകളും ജനങ്ങളിലെത്തിക്കുന്നതിനും വേണ്ടി നിങ്ങളെടുത്ത മുൻകൈയും ഇടപെടലും വളരെ അഭിനന്ദനാർഹവും വളരെ സന്തോഷകരവുമായൊരു കാര്യമാണ്. തീർച്ചയായും അത്തരമൊരു കാര്യത്തിൽ ഞങ്ങളോട് സഹകരിച്ച
നിങ്ങളോടാണ് ഞാൻ നന്ദി പറയേണ്ടത്. എല്ലാവിധ നന്ദിയും ദൈവം. താങ്ക് യു വെരി മച്ച് സർ.